അല്ലല്ല, ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ രണ്ടാളും റെഡിയാണ്. മണ്ടും ഞാനും ഒക്കെ റെഡി ആയിട്ടിരിക്കുക. അതെ, അതെയോ? ഇങ്ങോട്ട് വരാല്ലേ? ഇങ്ങോട്ട് വരൂല്ലേ? ആയിക്കോട്ടെ, അപ്പൊ ഞങ്ങൾ വരണ്ട. ആയിക്കോട്ടെ. എല്ലാം കഴിഞ്ഞു. ശരി. ആയിക്കോട്ടെ. മണ്ടോ? അതെ, സത്യശീലൻ ഇങ്ങോട്ട് വരാന്ന്. അങ്ങോട്ട് പോണ്ട, വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരാം. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കയറാന്ന് പറഞ്ഞു. അത് നന്നായി. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് വെക്കണ്ടേ? എന്നാ പിന്നെ ഈ ബാഗും സാധനങ്ങളൊന്നും പേറ്റി അങ്ങോട്ട് നടക്കണ്ടല്ലോ. അത് നന്നായുള്ളൂ. എന്തപ്പത് ഇതില് പോവാനോ രണ്ടാൾക്ക്? ഇതെന്തിന് കണ്ട സാധനങ്ങളൊക്കെ അവിടെ ആകെ 2 ദിവസത്തെ ഒരു ടൂറിനായി പോണത് നമ്മള്. അല്ല, അതിപ്പോ അവിടെ എത്തുമ്പോ വല്ല തണുപ്പറ്റാണെങ്കിൽ ഞാൻ തണുപ്പിന്റെ ജാക്കറ്റ് ഒക്കെ എടുത്തു. ജാക്കറ്റിന് ഇപ്പൊ ഇത്ര വലിയ പെട്ടിയൊന്നും വേണ്ട. അപ്പതേ അല്ല, പിന്നെ കുഴമ്പൊക്കെ എടുത്തേ. ഈ അവിടെ എത്തുമ്പോ കാലുവേദനയോ? ഇതിപ്പോ അവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെയാണ്. ഏറുമാടത്തിലൊക്കെയാണ് താമസമായി. വലിയ ഉടുപ്പൊന്നും വേണ്ട അപ്പൊ അതിനെ. അങ്ങനെയൊക്കെ ഉള്ളതല്ലേ വേണ്ടു. അതൊക്കെ ഇത് കൊണ്ടവണാച്ചാ തന്നെ 3 ആള് വേറെ വേണം. അവിടെ എത്തിയിട്ട് ഓരോന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞാൽ എന്താ നീ ഒരു അറിയിപ്പില്ലാണ്ട് പെട്ടെന്ന് വരേണ്ടി വന്ന്. ആരതി സൂര്യ എവിടെ? ഇല്ല, അവളെ മോളെ കൊണ്ടുവരാൻ പറ്റിയില്ല. അവൾക്ക് നല്ല സുഖമില്ലേ. എന്തേ? ഒന്നും പറയണ്ട, ബെഡ് റെസ്റ്റ് ആണ്. എന്താണ്ടായേ? നീ എന്തൊന്നും വിളിച്ചു പറയാത്തെ? അവള് 3 മാസം പ്രഗ്നന്റ് ആണേ. പക്ഷേ ഇത്തവണ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് അമ്മേ. ബെഡ് റെസ്റ്റ് വേണം, ബെഡിൽ നിന്ന് അനങ്ങരുതെന്നാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എന്റെ കുട്ടിയെ എന്നിട്ട് നീ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? അവളെ നോക്കി അവിടെ നിക്കണ്ടേ? അമ്മ എന്ത് വർത്താനം ഈ പറയണ? ഞാൻ അവളെയും ശുശ്രൂഷിച്ച് അവിടെ നിന്ന് എനിക്ക് ജോലിക്ക് പോകണ്ടേ? എന്റെ കാര്യങ്ങൾ നടക്കണ്ടേ? അമ്മ എൻ്റെ കൂടെ നാളെ വരണം. അമ്മനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. എടാ പ്യാര്, ഞങ്ങൾക്കൊന്നും അവിടെ വന്ന് നിന്ന് അവിടത്തെ ആ ഒരു കാലാവസ്ഥ ഒന്നും ചോദിച്ചു പോവില്ല. അല്ല, അച്ഛന്റെ കാര്യം എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അച്ഛന് ബാംഗ്ലൂര് പറ്റൂല, അവിടുത്തെ ഭക്ഷണം പറ്റൂല, അച്ഛൻ അവിടെ സിങ്കാവൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അച്ഛനെ ബുദ്ധിമുട്ടിക്കണില്ല. അച്ഛൻ വരണ്ട, അമ്മ മാത്രം വന്നോ മതി. അച്ഛൻ ഇവിടെ നിന്നോ. എന്താ നീ പറയണേ? എൻ്റെ അമ്മ അവനെ അവിടെ സ്കൂളിൽ ചേർക്കാന്നാ കരുതിയിട്ടുള്ളത്. അപ്പൊ അവന്റെ കാര്യങ്ങൾ നോക്കണം, അവളുടെ കാര്യങ്ങൾ നോക്കണം. ഡെലിവറി വരെ വേറെ ആര് ചെയ്യാനാണ്?